കാണാതായ ആലുവ എടയപ്പുറത്ത് 12 വയസ്സുകാരിയെ അങ്കമാലിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ വൈകിട്ട് 4:30 മുതലാണ് കാണാതായത്. ഗായത്രിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗായത്രി, വൈകുന്നേരം 4:30 മുതൽ കാണാതായ കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം. വിശദാംശങ്ങൾ എങ്ങനെ? അങ്ങനെ തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവണി ഇന്ന് വൈകിട്ട് 4:30 പെൺകുട്ടിയെ കാണാതാവുന്നത്. അല്ലെങ്കിൽ 4:30 വീട്ടിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പറഞ്ഞിറങ്ങിയ പെൺകുട്ടിയെ വൈകിട്ട് 6 മണിക്ക് ശേഷവും കാണാതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. 6 മണിക്ക് ശേഷം വീട്ടുകാർ അവിടേക്ക് അന്വേഷണങ്ങളും കാണാതിരുന്നതിനെ തുടർന്ന് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പെൺകുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണത്തിൽ ഈ പെൺകുട്ടി ആദ്യം നടന്നു പോകുന്നതും പിന്നീട് 2 ആൺകുട്ടികൾ പിന്നാലെ നടന്നു പോകുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളിലെ ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അങ്കമാലി റെയിൽവേ ലൈനിന് സമീപം അങ്ങാടിക്കടവ് ഭാഗത്ത് നിന്ന് പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബംഗാളിൽ നിന്ന് 2 മാസം മുൻപാണ് പെൺകുട്ടി കേരളത്തിലേക്ക് എത്തിയത്. തിരികെ പോകുവാൻ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പെൺകുട്ടി വീട് വിട്ടതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തിരികെ കൊൽക്കത്തയിലേക്ക് പോകുവാൻ വേണ്ടി ഈ പെൺകുട്ടി സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ സഹായം തേടി എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെ മുർഷിദാബാദിൽ നിന്നെത്തിയ യുവാക്കൾക്കൊപ്പം തിരികെ നാട്ടിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് എന്തായാലും പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ ആലുവ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ശരി, ആലുവ എടയപ്പുറത്തു നിന്നും കാണാതായ 12 വയസ്സുകാരിയെ അങ്കമാലിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ വൈകിട്ട് 4:30 മുതലാണ് കാണാതായത്. വിശദാംശങ്ങളാണ് ഗായത്രി നൽകിയത്.